എല്ലാ ആർട്ടിസ്റ്റുകളും നല്ലതാണ്. പക്ഷേ ഈ നായിക വെളിച്ചിലിൻ്റെ നായികയാണ്. പടം നല്ല ഒരു ട്രീറ്റ് ആയിരുന്നു, നല്ലൊരു കേക്ക്, ഒരു വളരെ മനോഹരമായ ഒരു സിനിമയാണ് തോന്നുന്നത്. വളരെ നല്ല സിനിമയാണ്, വളരെ സിമ്പിൾ, വളരെ ക്യൂട്ട് ഫിലിം. ജാടകളും മറ്റ് സാധാരണ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ രസമായിട്ട്, വളരെ സുന്ദരമായിട്ട്, വളരെ ലളിതമായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ ക്യൂട്ട് ഫിലിമാണ്. നല്ല സിനിമ, നല്ല ക്ലീൻ സിനിമ, ഫാമിലിക്ക് കാണാവുന്ന സിനിമ. സുനിൽ പണ്ടും ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സിനിമകളാണല്ലോ. ഇപ്പോൾ വരുന്ന ഈ കത്തിയും കടാരയും ചോരയും കൊലയും ഒന്നുമില്ല, ചുറ്റികയൊന്നുമില്ല, കണ്ടിരിക്കാൻ സുഖമുള്ള സിമ്പിൾ ഫാമിലി എൻ്റർടൈനറാണ്. അതെ അതെ അതെ. എല്ലാവരും മൂവി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ചേച്ചീനെ പിന്നെ ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? സൂപ്പർ മൂവിയാണ്, നന്നായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് എൻ്റർടൈനിങ് ആണ്, നല്ല മൂവിയാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. അടിപൊളി. റഘുറാം, ബാബു ആന്റണി സാർ അടിപൊളിയാണ്. ബാബു ആന്റണി സാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അമരൻ്റെ മൂവിയാണ് കേട്ടോ. തീർച്ചയായിട്ടും. അയ്യോ, ബാബു ആന്റണി സാർ നമ്മുടെ അറിയാലോ, അതുകൊണ്ടാണ് നമ്മൾ പടത്തിൽ എത്തിയത് തന്നെ. പടം നല്ല ഒരു ട്രീറ്റ് ആയിരുന്നു, നല്ലൊരു കേക്ക്, ഒരു സിംപ്ലി ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു. പിന്നെ സൂപ്പറാണ്. തീർച്ചയായിട്ടും. സിനിമാ നടികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ നല്ലൊരു നായിക, അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വിജയം. ഈ നായികയുടെ വിജയമാണ് ഏറ്റവും. എല്ലാ ആർട്ടിസ്റ്റുകളും പുതുമുഖ സ്വന്തമായി എഴുതി അഭിനയിച്ച പടമാണ്. പുള്ളിക്കാരിയല്ലേ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. എല്ലാ ആർട്ടിസ്റ്റുകളും നല്ലതാണ്. പക്ഷേ ഈ നായിക വെളിച്ചിലിൻ്റെ നായികയാണ്. നമ്മൾ പല സിനിമയിലും നല്ല നായികന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും സൂപ്പർസ്റ്റാറിനും കൂടെ കണ്ടെങ്കിലും ഈ പടത്തിന് ഈ നായിക അല്ല, വേറെ ആരും. നായിക കൊണ്ടുപോയി പടം. നായിക വെളിച്ചില്ലാണ്ട് കൊണ്ടുപോയി. വളരെ മനോഹരമായ ഒരു സിനിമയാണ് തോന്നുന്നത്. സത്യത്തിൽ ഞാൻ ആർട്ടിസ്റ്റ് ബിനിയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. സത്യത്തിൽ എന്നെ അറിയപ്പെടുന്നത് തന്നെ സോഷ്യൽ മീഡിയയുടെ ദത്തുപുത്രൻ കുമ്പളങ്ങിക്കാരൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ട് തോന്നി, ഒരു വ്യത്യസ്തമായ ഒരു മൂവി. അതായത് ഇപ്പോൾ എല്ലാ മേഖലയിലും ഒരു എതിരാളികളുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ജീവിതത്തിൽ തന്നെ ആയാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായ തന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് പച്ചപിടിച്ച് വരുമ്പോഴേക്കും അതിലൊരു എതിരാളി വരും. അപ്പോൾ നമ്മളതെല്ലാം തരണം ചെയ്ത് പോകുമ്പോഴാണ് ഒരു വിജയത്തിലേക്ക് വരുന്നത്. പിന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. മേജർ രവി സാറ് നന്നായിട്ട് ഇതിലെ കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മല്ലിക സുകുമാരൻ, അശോകൻ, ബാബു ആന്റണി സാർ എല്ലാവരും നന്നായിട്ട് നിറഞ്ഞ ആടിയേക്കനെയാണ്. എന്തായാലും ഒരു കുടുംബത്തോടെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശരിക്കും ആസ്വദിച്ചു. നല്ല ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നല്ല സിനിമകൾ കടന്നു വരട്ടെ. എല്ലാവർക്കും നല്ല നേരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുവാൻ ശ്രമിക്കുക. ഇത് നല്ലൊരു വിജയമായി മാറട്ടെ കേട്ടോ. ഓക്കെ. ചേച്ചി ഇതില് ഒരു റോളില്ലേ? ഇല്ല, എനിക്ക് ഉണ്ടായിരുന്നു. സുനിൽ സാർ എൻ്റെ സുഹൃത്താണ്, വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കേക്കുകളൊക്കെ പരിചയപ്പെടാൻ പറ്റി. വേദയും പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ എല്ലാവർക്കും നല്ല മുഖങ്ങൾ കിട്ടി. അതായത് പുതുമുഖങ്ങളാണെങ്കിൽ തന്നെയും ഞാൻ ഇതിൽ പ്രാധാന്യമായിട്ട് എല്ലാവർക്കും നല്ല മുഖങ്ങൾ എല്ലാവരെയും പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും വേദയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റും നല്ല മനോഹരമായ സ്ക്രിപ്റ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും നല്ലവണ്ണം യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും നല്ലൊരു വിജയമാട്ടെ കേട്ടോ. ലൈറ്റ് ഫിലിം, ഒരു സിംപ്ലി ഫാമിലി എൻ്റർടൈനർ. അത്രേ ഉള്ളൂ. കാരണം ഒരുപാട് പിന്നെ വെച്ചാൽ ഒരു കെയിൻ എനിക്ക് അധികം സംസാരിപ്പിക്കാൻ പറ്റില്ല, എൻ്റെ കുഴയുന്നുണ്ട്, കാരണം നാട്ടിലൊരു ബ്ലിസ്റ്ററുണ്ട്. ഒരു കേക്ക് സ്റ്റോറി, ഒരു കേക്കിനെ കുറിച്ച്, അതിനെ ഒരു ലൈഫിനകത്ത് ആ കുട്ടി എഴുതിയിരിക്കുന്ന ഒരുപക്ഷെ അവളുടെ മനസ്സിൽ നിന്ന് തോന്നിയിരിക്കുന്ന ആ ഒരു കേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് ശരിക്കും നമുക്കത് ആ പടം കാണുന്ന സമയത്ത് തോന്നുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു ഫാസ്റ്റ് പേസിങ് മൂവി അല്ലേ. ഇറ്റ്സ് എ ലൈറ്റ് സിമ്പിൾ ഫാമിലി ഫിലിം. ദാറ്റ്സ് ഓൾ. കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കേക്ക് ഷോപ്പിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചതില്ല ഐ ഫെൽ ലൈക്ക് ദാറ്റ്. താങ്ക് യു സോ മച്ച്. വളരെയധികം എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഇതിപ്പോൾ ഈ മൂവി ഇപ്പം ബിഗ് സ്ക്രീനിൽ എല്ലാവരുടെയും കൂടി ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് പേരിൽ എത്തും തോന്നുന്നു.
എത്തുമെന്നാണ് പ്രതീക്ഷ എന്നാണ് പ്രാർത്ഥന. എല്ലാവരും ഏറ്റെടുക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു രീതി തന്നെ. ചേച്ചിയുടെ അച്ഛനാണ് സിനിമ സംവിധാനം ചെയ്തേക്കുന്നത്. അപ്പം ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് അച്ഛൻ വീണ്ടും ഒരു സിനിമ എടുക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? ഈ മൂവിയുടെ തീം പറഞ്ഞ ടൈമിൽ തന്നെ അച്ഛന് അത് വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അച്ഛൻ തന്നെയാണ്. അപ്പം നമ്മളൊരു 2 ഇയേഴ്സിൻ്റെ ഈ മൂവി ഇപ്പം സ്ക്രീനിൽ എത്തുന്നവരെ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ള അച്ഛനാണ്. അതുകൊണ്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടുവേർഡ്സ് ഹിം. ആ ഒരു ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്. താങ്ക് യു. കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഗുഡ് ജോബ്. വെരി ലൈറ്റ് ഫാമിലി സെറ്റപ്പ്. ഇപ്പോഴത്തെ വെക്കേഷനൊക്കെ ഇത് കാണാൻ പറ്റുന്ന പടം. അപ്പോൾ വലിയ വെടിയും പൊട്ടും പോകുകയൊന്നുമില്ല. സിമ്പിൾ. എനിക്ക് എൻ്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലൈറ്റായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ. അത് തന്ന ഡയറക്ടറോടും റൈറ്ററോടും താങ്ക് യു സോ മച്ച്. ഒരു ഡിഫറെൻറ്റ് ഫ്രം ദ യൂണിഫോം. ഒരു സ്വീറ്റ് ഫിലിം. അല്ല കേക്ക് പോലെ തന്നെ ഒരു സ്വീറ്റ് ഫിലിം. അതിനകത്ത് റിവെഞ്ചും കച്ചവടക്കാരുടെ റിവെഞ്ചും എല്ലാം കൂടെ കാണുന്നത് ലൈറ്റ് ഫിലിം. മല്ലിക ചേച്ചിക്കാണ് അഭിനയിച്ചിരിക്കുന്നത്. മല്ലിക ചേച്ചി അതിൽ പറഞ്ഞ മല്ലിക ചേച്ചിനെയും എൻ്റെയും കൂടെ കോമ്പിനേഷനിൽ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മല്ലിക ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. വെരി നൈസ്. ഒരു അമ്മയും മകനും കൂടെ കെട്ടിപ്പിടിക്കുന്ന സമയത്തൊക്കെ റിയലി മിസ്. കോൺട്രവേഴ്സിയൊക്കെ മാറ്റി വെച്ചേക്ക്. പക്ഷേ ഐ റിയലി മിസ് ആൻഡ് ഐ ലവ് ഹർ. മല്ലിക ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു. ഓക്കെ, ഐ ഡിഡ്ന്റ് സേ സ്റ്റിൽ. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. എനിവേ താങ്ക് യു സോ മച്ച്. Yes, sir.